ഹോസ്പിറ്റലിൽ ചെന്ന് രാത്രിയോടെയാണ് ഗൗരിയും ദേവനും തിരികെ എത്തുന്നത്. അപ്പോഴാണ് ഫോണിലെ അമ്മയുടെ മിസ്ഡ് കോൾ ദേവൻ ശ്രദ്ധിച്ചതും. ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. ഗൗരിയെ കണ്ടുകിട്ടിയ ശേഷം അമ്മയോട് പറഞ്ഞതുമില്ല. ദേവൻ തിരികെ വിളിച്ചു. ഹലോ അമ്മ. ആ മോനെ, എന്തായി? ഗൗരിമോളെ കിട്ടിയോ? എനിക്കൊരു സമാധാനവുമില്ല. ദേവൻ ഗൗരിക്ക് നേരെ ഫോൺ നീട്ടി. ഇന്നാ സംസാരിക്കേ, അമ്മയാണ്. ഗൗരി ഫോൺ വാങ്ങി. ഹലോ അമ്മേ. ആ മോളെ എവിടെയായിരുന്നു? ഞാൻ എത്ര പേടിച്ചെന്നറിയോ? അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് നാട്ടിലേക്ക് വരട്ടെ. ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. നല്ല തണുപ്പാ അമ്മേ. ആണോ? എന്നാൽ നാളെ തന്നെ ദേവനോട് ടിക്കറ്റ് എടുക്കാൻ പറ. അമ്മ പറഞ്ഞോളൂ, ഞാൻ സാറിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. ഗൗരി ദേവൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. മോനെ ദേവാ, ഇന്ന് തന്നെ ടിക്കറ്റ് എടുത്തോ. നാളെ ഉച്ചയോടെ അവിടെ നിന്ന് കയറിക്കോ. അവൾക്കവിടെ പറ്റുന്നില്ലെന്നാ പറയുന്നത്. ആ ശരി. ദേവൻ അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു. നിനക്കിവിടെ പറ്റുന്നില്ല അല്ലേ? ദേവൻ ദേഷ്യത്തിൽ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് അവളുമൊന്ന് ഞെട്ടി. എന്താ ഇത്? നിങ്ങളുടെ സ്വഭാവം എന്താ ഇങ്ങനെ മാറുന്നത്? നിന്നെ കാണാതെ ആയപ്പോൾ സങ്കടം തോന്നി. എന്നാൽ ഇപ്പോൾ തോന്നുവാ കണ്ടു കിട്ടേണ്ടായിരുന്നു എന്ന്. ഞാൻ സാറിനോട് എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് സങ്കടം അലതല്ലി വന്നു. 2 ദിവസം കഴിഞ്ഞ് അവർ വീട്ടിലേക്കെത്തി. ദേവൻ അവളോട് ഇപ്പോഴും ദേഷ്യം മാത്രമാണ്. കാരണം എന്താണെന്ന് അറിയുന്നില്ല. ദേവികയുടെ മുന്നിൽ ദേവൻ നല്ല ഭർത്താവും റൂമിനകത്തും മാൻഷന് വെളിയിലും ഗൗരി അവൻ്റെ ശത്രുവും പോലെയാണ്. ഒരു ദിവസം ദേവൻ ഓഫീസിലേക്ക് പോയ തക്കം ഇതിനെപ്പറ്റി അറിയാൻ ഗൗരിക്കൊരാഗ്രഹം തോന്നി. എന്തിനാണ് ദേവൻ ഈ സ്ത്രീകളോട് ഇത്ര ദേഷ്യമെന്നറിയാൻ. അവിടെ ഒരുപാട് കാലമായി വർക്ക് ചെയ്യുന്ന മല്ലികയുടെ അടുത്തേക്ക് ഗൗരി ചെന്നു. മല്ലിക ചേച്ചി. അവൾ അടുക്കളയുടെ പുറത്തു നിന്നും അകത്തേക്ക് നോക്കി വിളിച്ചു. ആ കുഞ്ഞെ, ദാ വരുന്നു. അവൾ മല്ലികയെയും കൂട്ടി റൂമിന് വെളിയിലെ ടെറസിലേക്ക് നടന്നു. എന്താ കുഞ്ഞെ, എന്തിനാ എന്നെ വിളിച്ചത്? എനിക്കൊരു കാര്യം അറിയണം ചേച്ചി. മല്ലിക അവളെ തന്നെ നോക്കി. ചേച്ചി ഇരിക്ക്. വേണ്ട കുഞ്ഞെ, കുഞ്ഞു പറഞ്ഞു. ഇരിക്ക് ചേച്ചി. മല്ലിക അവളുടെ നിർബന്ധത്തിൽ അവിടെ ഇരുന്നു. എന്താ കുഞ്ഞെ, എന്താ അറിയാനുള്ളത്? എനിക്കെല്ലാം അറിയണം. ഈ മാൻഷനെ കുറിച്ചും ദേവൻ സാറിനെ കുറിച്ചും എല്ലാം. കുഞ്ഞെ, ഞാൻ പോട്ടെ, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. മല്ലിക ചേച്ചി അവിടെ ഇരിക്കെ. ഇല്ല കുഞ്ഞെ. മല്ലിക വിയർക്കാൻ തുടങ്ങി. മല്ലിക, അവിടെ ഇരിക്കാൻ. അവളുടെ സംസാരത്തിൽ ദേഷ്യത്തിൻ്റെ പുരി വീണു തുടങ്ങി. കുഞ്ഞെ പറ, ദേവൻ സാറിനെന്താ സ്ത്രീകളോട് ദേഷ്യം? മല്ലിക പോക്കറ്റിൽ നിന്നും ടവലെടുത്തുകൊണ്ട് വിയർപ്പൊപ്പി. കുഞ്ഞെ, എനിക്ക് പേടിയാ, ഞാൻ പോട്ടെ. ഇരിക്കാനല്ലേ പറഞ്ഞത്? പറയാതെ പോയാൽ ഇവിടേക്ക് പിന്നെ വരണ്ട. പറയാം കുഞ്ഞെ. ഈ ദേവൻ സാറിന് അന്ന് 28 വയസ്സുണ്ട്. പുള്ളിക്കാരൻ ഈ കാണുന്ന കലിപ്പ് ദേവനായിട്ട് 2 കൊല്ലമായി. കുഞ്ഞു പറഞ്ഞില്ലേ പെണ്ണുങ്ങളോട് ദേഷ്യം എന്താണെന്ന്. ദേവൻ സാറിന് എല്ലാ പെണ്ണുങ്ങളോടും ദേഷ്യമൊന്നുമില്ല. മോളുടെ പ്രായത്തിൽ ഉള്ളവരോടാ ദേഷ്യം. അതെന്തിനാ? ദേവൻ സാറിനൊരു... മല്ലിക. പിന്നിൽ നിന്നും ഒരു ഉച്ചത്തിലുള്ള ഉറച്ച ശബ്ദം മല്ലികയുടെയും ഗൗരിയുടെയും ചെവിയിൽ പതിഞ്ഞു. മല്ലിക വിറച്ചുകൊണ്ട് ഞെട്ടി എഴുന്നേറ്റു. ദേവൻ മല്ലികയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഇവിടെ എന്താ കാര്യം? കുഞ്ഞെ, ഞാൻ പോ. മല്ലിക പോവരുത്, ഞാനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചത്. മല്ലിക ആര് പറയുന്നത് കേൾക്കണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. മല്ലികയോട് പോകാനാണ് പറഞ്ഞത്. ഐ സേ ഗെറ്റ് ഔട്ട്. മല്ലിക, ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കണം. ഗൗരിയും വാശി പിടിച്ചു. ദേവൻ അവിടെ അലങ്കാരത്തിന് വെച്ചിരുന്ന മരത്തടി വലിച്ചൂരി മല്ലികയ്ക്ക് നേരെ വന്നു. കുഞ്ഞെ, ഞാൻ പോട്ടെ. പേടിച്ച് വിറച്ചുകൊണ്ട് മല്ലിക ഗൗരിയോട് കേണ് ചോദിച്ചു. ഗൗരി മല്ലികയുടെ കൈ പതിയെ വിട്ടു. മല്ലിക അവിടെ നിന്നും ജീവനും കൊണ്ടോടി. ദേവൻ ആ മരത്തടി കൊണ്ട് അവിടെ കിടന്ന മേശയുടെ മുകളിൽ ആഞ്ഞടിച്ചു. ചില്ലുകൾ ചിഹ്നം ഭിന്നമായി തെറിച്ചു വീണു. ഗൗരിയും ഒന്ന് ഭയന്നു. അപ്പോൾ എന്തോ വലിയ കാര്യം തന്നെയാണ് ഇയാളുടെ ഭൂതകാലം. ഈ ഗൗരി കണ്ടുപിടിക്കുക തന്നെ ചെയ്യും മിസ്റ്റർ ദേവൻ. അവൾ ദേഷ്യവും പുച്ഛവും നിറഞ്ഞ ഒരു നോട്ടം അവനെ നോക്കി. ദേവൻ അവൾക്ക് നേരെ ദേഷ്യത്തിൽ വന്നു. കൈവിരൽ കൊണ്ട് അവൾക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് ദേവൻ പറഞ്ഞു, മേലിൽ എൻ്റെ ഭൂതകാലം ചെയ്യാൻ നീ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ... ദേവൻ അവൾക്കൊരു ഭീഷണി മുഴക്കി അവിടെ നിന്നും പോയി. ഇനി രക്ഷയില്ല ദേവൻ, നിങ്ങളുടെ ഭൂതകാലം ഞാൻ ചികയും.
ഇനി ഗൗരി അതിനുള്ള പരിശ്രമത്തിലാവും. അവൾ നേരെ റൂമിലേക്ക് ചെന്നു. ദേവൻ അവിടെയില്ല. അപ്പോഴാണ് കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ദേവൻ എങ്ങോട്ടോ പോയിരിക്കുന്നു. അവൾ ഫോണെടുത്ത് റീനയ്ക്ക് കോൾ ചെയ്തു. ബീച്ചിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടു. ഗൗരിയും റെഡിയായി കാറിൽ ബീച്ചിലേക്ക് ചെന്നു. എന്താ ഗൗരി, എന്തിനാ നീ വരാൻ പറഞ്ഞത്? എടി, നിനക്ക് ആ കടുവയെക്കുറിച്ച് അറിയോ? കടുവയോ? റീന സംശയത്തോടെ തിരക്കി. ആ ദേവൻ. ആ സാറിനെ കുറിച്ചറിയാം, പക്ഷേ പുറത്ത് പറയാൻ. എന്താടി? ഒന്നുമില്ല. എനിക്കറിയണം ദേവൻ സാറിനെ കുറിച്ച്. നീ വാ, നമുക്ക് അങ്ങോട്ടേക്കിരിക്കാം. എടി, ദേവൻ ഈ കാണുന്ന ദേവനായിരുന്നില്ല. ആശ്ചര്യത്തോടെ റീനയുടെ ഓരോ വാക്കുകളും ഗൗരി കാതോർത്തു. ദേവൻ ചിരിയും കളിയും പ്രണയവും റൊമാൻസും സങ്കടവും സന്തോഷവുമുള്ള ഒരു സാധാരണ മനുഷ്യൻ തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ റീന പുള്ളി ഒരു മൃഗത്തെ പോലെ ആയത്? അനന്യ. അനന്യയോ? അതാരാ? ദേവൻ 5 വർഷം പ്രണയിച്ച പെൺകുട്ടി. പ്രണയമോ? അതെ, ദേവന് ഒരു പ്രണയമുണ്ടായിരുന്നു. അവളാണ് അനന്യ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നാട്ടിൻപുറത്തുകാരി. നിന്റെ കയ്യിൽ അവളുടെ ഫോട്ടോ വല്ലതും? ഗൗരി തപ്പിത്തടഞ്ഞു ചോദിച്ചു. പിന്നെ ഉണ്ട്. റീന അവളുടെ ഫോണിൽ നിന്നും അവളുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു. ഇതാണോ അനന്യ? അതെ, ഇതാണ്. ബാക്കി പറ. ഇവർ തമ്മിൽ കോളേജിൽ വെച്ചുള്ള ഇഷ്ടമാണ്. എന്നിട്ട് ദേവിക മാമും എല്ലാവരും കൂടി നാട്ടിൽ അന്വേഷിച്ചപ്പോഴാണ് അവൾക്ക് വേറെ ഒരു പയ്യനുമായി ഇഷ്ടമുള്ളതറിഞ്ഞത്. അതേടി, നാട്ടിലൊന്ന് കോളേജിലൊന്ന്. പക്ഷേ കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ലല്ലോ. ആ ശരിയാ, ചിലർ പറയുന്നുണ്ട് ദേവിക മാം സമ്മതിക്കാത്തത് കാരണമാണ് കഥ ഉണ്ടാക്കിയതെന്ന്. അമ്മയോ? ആ, അമ്മയ്ക്ക് വേറെയും സ്വഭാവമുണ്ടായിരുന്നു. ഇപ്പോഴാ മാറിയത്. എന്ത് സ്വഭാവം? അതൊക്കെ വിട്. റീന അവളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു. ദേവൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ ഒരു കാർ അവിടെ കാണുന്നില്ല. റൂമിലെത്തിയപ്പോൾ ഗൗരിയുമില്ല. ദേവൻ്റെ ഉള്ളിലേക്ക് ദേഷ്യം ആർത്തുലച്ചു വന്നു. എൻ്റെ ഭൂതകാലം ചെയ്യാൻ വേണ്ടി പോയതാവും. ഇങ്ങ് വരട്ടെ. ദേവൻ ദേഷ്യത്തിൽ റൂമിലെ ടേബിൾ ലൈറ്റ് എറിഞ്ഞു പൊട്ടിച്ചു. ശബ്ദം കേട്ട് സെർവൻ്റ് ഓടി വന്നു. വന്നവർ തന്നെ അത് ക്ലീൻ ചെയ്ത് അവിടെ നിന്നും പോയി. ദേവനോടൊന്നും ചോദിക്കാനോ പറയാനോ അവർ ഭയന്നിരുന്നു. റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നും നോക്കിയപ്പോൾ ഗൗരി കാറിൽ വന്നിറങ്ങുന്നത് ദേവൻ കണ്ടു. ദേവൻ മുകളിൽ നിന്ന് നോക്കുന്നത് ഗൗരിയും ശ്രദ്ധിച്ചു. അവളുടെ ഉള്ളൊന്ന് കത്തി. സാരമില്ല, ഇനി മിസ്റ്റർ ദേവൻ, ഞാനും വിട്ടുതരുന്ന പ്രശ്നമില്ല. അങ്ങോട്ട് പെരുമാറുന്നത് തന്നെ തിരിച്ചും കിട്ടും. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയല്ല. ഗൗരി മനസ്സിൽ ധൈര്യം ആവാഹിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. റൂമിൻ്റെ വാതിലിനടുത്ത് എത്തിയതും ദേവൻ അവളെ വലിച്ച് റൂമിലേക്കിട്ടു. അവൾ അവിടെ കിടന്നുകൊണ്ട് അവനെ നോക്കി. എങ്ങോട്ട് പോയി നീ? അവൾ എഴുന്നേൽക്കാൻ വേണ്ടി ദേവന് നേരെ അവളുടെ കൈ നീട്ടി. കൈ താ, പറയടി. ദേവൻ ദേഷ്യത്തിൽ വീണ്ടും പറഞ്ഞു. അവൾ കയ്യിലെ പൊടി തട്ടിക്കൊണ്ട് എഴുന്നേറ്റു. തോളത്തെ ബാഗ് ഊരി മേശയിൽ വെച്ചു. ബാത്റൂമിലേക്ക് നടന്നു പോകുന്ന അവളെ ബലമായി ദേവൻ പിടിച്ചു വലിച്ചു. ആ വിട്. ദേവൻ്റെ വിരലുകൾ അവളുടെ കയ്യിൽ നല്ലതുപോലെ അമർന്നു. എനിക്ക് വേദനിക്കുന്നുണ്ട്. പറയടി, എങ്ങോട്ടാ പോയത് എന്ന്. അവൾ ചൂണ്ടുവിരൽ ദേവൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ ഭൂതകാലം തിരയാൻ. എന്തിനാ എന്നോട് ഇത്രയും വെറുപ്പെന്നറിയാൻ. ദേവൻ അവളുടെ വിരൽ പിടിച്ച് തിരിച്ചു. ആ, ശബ്ദം പൊങ്ങിപ്പോകരുത്. ദേവൻ അവളുടെ വിരൽ നല്ലതുപോലെ മടക്കി വലിച്ചു. അപ്പോഴാണ് റൂമിന് വെളിയിൽ നിന്നും ആരോ വിളിക്കുന്നത് കേൾക്കുന്നത്. വന്നിട്ട് ബാക്കി തരാം. അവളുടെ ഒരു വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ അമ്മേ. അവൾ പതിയെ കരഞ്ഞു. മോനെ ദേവ, നീയൊന്ന് റൂമിലേക്ക് വാ, കുറച്ച് ഫയലുകൾ നോക്കാനുണ്ട്. ദേവിക അതും പറഞ്ഞുകൊണ്ട് റൂമിനുള്ളിലേക്ക് നോക്കി. അപ്പോഴാണ് അവിടെയിരുന്ന് കരയുന്ന ഗൗരിയെ കണ്ടത്. അവൾ ദേവൻ അമർത്തിയ ഭാഗം അടക്കി പിടിച്ചാണ് കരയുന്നത്. മോനെ, അവൾക്ക് എന്ത് പറ്റി? അകത്തേക്ക് കയറി ദേവിക തിരക്കി. ദേവൻ കൈ തലയിൽ വെച്ചുകൊണ്ടൊന്ന് പേടിച്ചു. കഴിഞ്ഞു, ഇനി എന്ത് പറയും? മോളെ ഗൗരി, എന്താ, എന്ത് പറ്റി? അമ്മ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ചുമ്മാ. ഗൗരിക്ക് ദേവനോട് ദേഷ്യമാണ് വന്നത്. അല്ല അമ്മേ, ഇത്രയും കാലം സഹിച്ചു, ഇനിയും പറ്റില്ല. ഗൗരിയുടെ ശബ്ദം ആദ്യമായി ആ മുറി മുഴുവൻ നിറഞ്ഞു. ദേവിക ദേവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ്റെ ദൃഷ്ടി താഴ്ന്നു. എന്താ മോളെ, എണീക്ക്. അമ്മേ, ഇത്രയും കാലം അമ്മയുടെ മകൻ എന്നെ ഒരു ഭാര്യയായിട്ടല്ല, ഒരു എതിരാളിയെ പോലെയാണ് കണ്ടത്. അമ്മയുടെ മുന്നിൽ വെച്ച് കാണിക്കുന്ന സ്നേഹം വെറും പ്രഹസനം മാത്രമാണ്.
ഇതിനുള്ളിൽ വന്നാൽ ഇങ്ങേർക്ക് ഞാൻ ശത്രുവാണ്. എന്നെ ഉപദ്രവിക്കും, വല്ലാതെ ഉപദ്രവിക്കും. കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തി. ദേവാ, എന്താ ഈ കേൾക്കുന്നത്? അതെ, എനിക്ക് പറ്റില്ല ഇതുപോലൊരു കോളനിയെ എൻ്റെ ഭാര്യയാക്കി വാഴിക്കാൻ. എനിക്ക് ആ പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ വൃത്തിയും മെനയും ഇല്ലാത്ത ഒരു ജന്തുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ദേവാ, അമ്മ ഒച്ച വെക്കണ്ട. നീയൊന്ന് ഓർത്തോ ദേവാ, ഇവളെ നീ ഇപ്പോഴും അറപ്പും വെറുപ്പോടെയും നോക്കുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടി ഞാൻ വിട്ടുതരില്ല. അമ്മ ഭീഷണി മുഴക്കണ്ട. എനിക്ക് ആ പ്രോപ്പർട്ടി വേണ്ട. ഈ കാണുന്ന മനുഷ്യനൊന്നും അമ്മയും അച്ഛനും ഉണ്ടാക്കിയതല്ല. ഇതെല്ലാം എൻ്റെ വിയർപ്പും അധ്വാനവുമാണ്. എൻ്റെ ഉറക്കവും അന്നവും ഒഴിവാക്കി ഞാൻ നേടിയെടുത്തത്. ദേവാ. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യമായി ദേവൻ കണക്കുകൾ ഓരോന്നായി നിരത്തി. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവിക നേരെ റൂമിലേക്ക് നടന്നു. മതിയായില്ലേ നിനക്ക്? ഗൗരിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ദേവൻ വീണ്ടും അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. നാശം! അവളുടെ കണ്ണുകളിൽ നോക്കി ദേവൻ അറപ്പോടെ പറഞ്ഞു. പിന്നീട് അവളെ ഒറ്റ തള്ളായിരുന്നു.